എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദി അങ്കാണ്. നിങ്ങൾക്കറിയോ എന്താണ് ഹിന്ദി അങ്കെന്ന്? നിങ്ങളെല്ലാവരും ഗിൻതി എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് കൗണ്ടിങ് ആണ്, നമ്പേഴ്സിന്റെ നെയിംസ് ആണ് ഗിൻതി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്കങ്ങളാണ്. അതായത് ഹിന്ദി ഭാഷയ്ക്ക് അതിന്റെ സ്വന്തമായി അക്കങ്ങളുണ്ട്. നമുക്കിവിടെ ഒന്ന് നോക്കാം. एक, दो, तीन, चार, പാഞ്ച്. പാഞ്ച് രണ്ട് തരത്തിൽ എഴുതാറുണ്ട്, രണ്ടും കറക്റ്റ് ആണ്. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഛ, സാത്, ആട്ട്, നൗ, ദസ്. ദസ് എങ്ങനെ എഴുതണേ? ദസ്സില് 1 ഉണ്ട്, 0 ഉണ്ട്. അപ്പോ 1 എഴുതാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. 0 എങ്ങനെ എഴുതുന്നത്? നോർമൽ ആ ഒരു അളവിൽ നിന്ന് കുറച്ചുകൂടി ചെറുതാക്കിയാണ് നമ്മൾ 0 എഴുതുന്നത് ഹിന്ദിയില്. അപ്പോ ഇനി നമുക്ക് ഈ അക്കങ്ങളൊക്കെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കൂടി പഠിക്കാം. 1. അപ്പൊ 1 ഏക്ക് നമുക്ക് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. അടുത്തത് 2. അപ്പൊ ഇങ്ങനെയാണ് ഹിന്ദിയിൽ കൊടുക്കേണ്ടത്. 3യും 3യോട് സാമ്യമുള്ള രീതി തന്നെയാണ് ഹിന്ദിയിൽ എഴുതുന്നത്. അടുത്തത് 4, നമ്മുടെ ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ R പോലെയാണ് അത് വരുന്നത്. അടുത്ത 5 നമുക്ക് 2 തരത്തിൽ എഴുതാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് മലയാളത്തിലെ ഴ പോലെ ചെറിയൊരു ആ ഒരു രീതിയിൽ വരും. അടുത്തത് അങ്ങനെ തന്നെ താഴോട്ട് വന്നിട്ട് ഒരു ചെറിയൊരു ടേണിങ് കൂടി കൊടുക്കുക. 6 ആണ് അല്ലെ. 6 എങ്ങനെ എഴുതുന്നത്? തിരിച്ച് 3 എഴുതുന്ന പോലെ കൊടുത്തിട്ട് താഴോട്ടൊരു ഇത് കൊടുക്കാം. 7, 5 എഴുതുന്ന പോലെ തന്നെ എഴുതുക, എന്നിട്ട് താഴോട്ട് ലൈൻ വരരുത്. 8 ഇങ്ങനെയാണ് എഴുതുന്നത്. അടുത്തത് 9. ഞാൻ എങ്ങനെ എഴുതുന്നത് നോക്കി, ഇങ്ങനെ. 10 ആണ് അല്ലെ. 1 വേണം, അതുപോലെ 0യും വേണം അല്ലെ. 0നെ ഹിന്ദിയിൽ ശൂന്യം എന്നാണ് പറയുന്നത്. അപ്പോ ഹിന്ദിയിൽ എങ്ങനെയാ ശൂന്യം എഴുതുന്നത്? ഒരു കുഞ്ഞ് 0 ഇടുക, സാധാരണ എഴുതുന്ന വലുപ്പത്തിൽ നിന്ന് കുറച്ചുകൂടി ചെറുത്. അടുത്തത് 1 ഓൾറെഡി നമ്മൾ പഠിച്ചു, അത് എഴുതുക, അതിന്റെ കൂടെ ശൂന്യം കൂടി എഴുതുക. നമുക്ക് നോക്കാം. 8 ശൂന്യം, അതാണ് 10. അപ്പൊ നമുക്ക് 0 to 9 വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഈ നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. 3, 5, 8. 358 ഹിന്ദിയിൽ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. 3, 5, 8. അടുത്തത് 461 എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് ഹിന്ദിയിലെ 4 എഴുതാം, നെക്സ്റ്റ് 6, നെക്സ്റ്റ് 1. അടുത്തത് 872 872. 8 എഴുതി, 7, 2. അടുത്തത് 198 എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. 1 എഴുതുക, നേരെ തിരിച്ചാണ് 9 വരുന്നത്, പിന്നെ 8. 200 നമുക്ക് ഭയങ്കര ഈസിയാണ്. 2 എഴുതുക, 2 കുഞ്ഞ് 0 ഇടുക. ഇങ്ങനെ നമുക്ക് നമ്പേഴ്സിനെ ഹിന്ദി നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹിന്ദിയിലെ പുസ്തകങ്ങളൊക്കെ വായിക്കുവാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഈ നമ്പേഴ്സ് ആണ് വരാറുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് അക്കങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അത് ഏത് വർഷമാണെന്നോ നമ്പർ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഹിന്ദി നമ്പേഴ്സിനെ തിരിച്ച് നോർമൽ നമ്പേഴ്സിൽ എഴുതിയാലോ. 1, 3, 4 അല്ലെ. 134. അടുത്ത നമുക്ക് എഴുതി നോക്കിയാലോ. 2. അടുത്ത ഏത് നമ്പറാ? 5, 7. 5, 7 ഏകദേശം ഒരേപോലെയാണ്, ചെറിയ വ്യത്യാസമുള്ളൂ. 6, 9, 3. അടുത്ത ഏത് നമ്പറാണ്? 8 ആണ് അല്ലെ. 8ന്റെ കൂടെ 2 0, കുഞ്ഞ് 0 വരുമ്പോ എത്രയായി? 800. അടുത്തത് 4. 8 നമ്മൾ എത്രയും എഴുതി അല്ലെ. 8, 2, 482. അടുത്തത് ഈ നമ്പർ എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാമോ?
അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വർഷമാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിന്റെ എല്ലാ വ്യൂവേഴ്സിനും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറട്ടെ ഈ വർഷം. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.